നമസ്കാരം. മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് ഇത്തവണ കിട്ടിയത് ആടുജീവിതത്തിൽ ക്യാമറ ചലിപ്പിച്ച KS സുനിലിനാണ്. എന്നാൽ ഈ അവാർഡിന് സുനിൽ മാത്രമാണോ അർഹൻ? അല്ലെന്നാണ് മറുനാടൻ മലയാളി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മലയാളിയായ ആഗോളതലത്തിൽ പ്രശസ്തനായ KU മോഹനായിരുന്നു ആടുജീവിതത്തിലെ ആദ്യ ഛായാഗ്രാഹകൻ. അദ്ദേഹം ചിത്രീകരിച്ച 30% ആടുജീവിതം സിനിമയിലുണ്ട്. അതായത് സെൻസർ ബോർഡിനും തിയേറ്ററിലും അവാർഡ് ജൂറിക്ക് മുമ്പിലെത്തിയ ചിത്രത്തിന് ക്യാമറ നിർവഹിച്ചത് 2 പേർ, പക്ഷേ അവാർഡ് കൊടുത്തത് ഒരാൾക്കും. അതുകൊണ്ട് തന്നെ 2023 മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡിലും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ലോകമറിയുന്ന മോഹനൻ എന്ന മലയാളി ഛായാഗ്രാഹകന് വിമർശനങ്ങളോടും വിവാദങ്ങളോടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭ ആർക്കും പരാതിയും നൽകില്ല. ബോളിവുഡിൽ ഏറെ തിരക്കുള്ള ക്യാമറമാനാണ് KU മോഹനൻ. അമിതാഭ് ബച്ചന്റെയും ഷാരൂഖ് ഖാന്റെയും അമീർ ഖാന്റെയും എല്ലാം പ്രിയപ്പെട്ട ഛായാഗ്രാഹകരിൽ ഒരാൾ. കോടികളുടെ പ്രതിഫലമുള്ള മോഹനൻ ആടുജീവിതവുമായി സഹകരിച്ചത് മലയാളത്തോടുള്ള താല്പര്യം കൊണ്ടാണ്. എന്നാൽ ഷെഡ്യൂളുകൾ നീണ്ടപ്പോൾ ബോളിവുഡിലെ തിരക്കുകൾ കാരണം പാതി വഴിക്ക് ആടുജീവിതം ഷൂട്ടിംഗ് മതിയാക്കി. അതിനുശേഷമാണ് KS സുനിൽ ചിത്രത്തിന്റെ ഛായാഗ്രാഹകനായത്. എന്നാൽ ആടുജീവിതത്തിലെ പകുതിയോളം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് KU മോഹനൻ മാറിയെന്നതാണ് വസ്തുത. പക്ഷേ സിനിമയുടെ ടൈറ്റിൽ കാർഡുകളിൽ നിർമ്മാതാക്കൾ എഴുതി കാണിച്ചത് സുനിലിന്റെ പേര്. ചിത്രത്തിന്റെ ഛായാഗ്രാഹകനായി ജൂറിക്ക് മുന്നിൽ എഴുതി നൽകിയതും സുനിലിനെ. ഇതോടെ ആഗോളതലത്തിൽ ഫ്രെയിമുകളിലൂടെ കയ്യടി നേടിയ മോഹനൻ ആടുജീവിതത്തിൽ ആരുമല്ലാതെയായി. പരാതിയുമായി മോഹനൻ എത്തിയാൽ ആടുജീവിതത്തിന് കിട്ടിയ ഛായാഗ്രാഹ അവാർഡ് വിവാദത്തിലാകും. 2024 തിയേറ്ററിലെത്തിയ ആടുജീവിതത്തിന് 2023 ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയതിലെ അസ്വാഭാവികത ചർച്ചയാകുമ്പോഴാണ് മോഹനെ ഛായാഗ്രാഹക അവാർഡിൽ നിന്നും മാറ്റിയതും ചർച്ചയാകുന്നത്. ആടുജീവിതത്തിന് 2 പേർ ക്യാമറ ചലിപ്പിച്ചുവെന്ന വാദമെത്തിയാൽ ആ അവാർഡ് സിനിമയ്ക്ക് നഷ്ടമാകാനുള്ള സാധ്യത ഏറെയായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ഒരാളുടെ പേര് മാത്രം നിർമ്മാതാക്കൾ നൽകിയതെന്നും സൂചനയുണ്ട്. ഏതായാലും ഏറെ തിരക്കുള്ള മോഹനൻ അവകാശവാദങ്ങൾക്ക് എത്തിയില്ല എന്നതാണ് നിർമ്മാതാക്കളുടെ പ്രതീക്ഷ. ഡോൺ, തലാഷ് തുടങ്ങിയ സൂപ്പർഹിറ്റ് ബോളിവുഡ് പടങ്ങൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച KU മോഹനന്റെ വേരുകൾ പയ്യന്നൂരിലാണ്. 80കളിലാണ് ഉത്തര മലബാറിലെ പയ്യന്നൂരിൽ നിന്ന് മോഹനൻ എന്ന യുവാവ് സിനിമയുടെ ലോകത്തേക്കുള്ള യാത്ര തുടങ്ങിയത്. ചലച്ചിത്രത്തിന്റെ വർണ്ണക്കാഴ്ചകൾ ഒപ്പിയെടുക്കുന്ന ഛായാഗ്രാഹകനാകാനുള്ള യാത്ര ഗൾഫിലുള്ള കൂട്ടുകാരൻ അയച്ചു തന്ന ക്യാമറയിൽ നിന്നും പഠിച്ച പാഠങ്ങളായിരുന്നു കൈമുതൽ. ഒപ്പം സമ്പന്നമായ പയ്യന്നൂരിന്റെ ചലച്ചിത്ര കൂട്ടായ്മകൾ പകർന്നു തന്ന ലോക സിനിമാ കാഴ്ചകളും. പിന്നീട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠനം കഴിഞ്ഞ് ഡോക്യുമെന്ററികളിലൂടെയും പരസ്യചിത്രങ്ങളിലൂടെയും വളർന്ന് ബോളിവുഡ് സിനിമയുടെ മുഖ്യധാര കീഴടക്കിയ KU മോഹനൻ വിഖ്യാത സംവിധായകനായ മണി കൗളിന്റെ നൗകർ കി കമീസിൽ തുടക്കമിട്ട ക്യാമറ ചലനങ്ങൾ ബോളിവുഡിലും എത്തി.